ഹലോ അസ്സലാമലൈക്കും. റമദാൻ മുബാറക്. എപ്പോഴത്തെയും പോലെ തന്നെ ഇപ്രാവശ്യവും ഇവിടെ നേരത്തെ തന്നെ റമദാൻ വന്നു കേട്ടോ. റമദാൻ ആയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനവും സന്തോഷമൊക്കെയാണ്. ഇനി എത്ര റമദാൻ കഴിഞ്ഞ് പോയാലും അത്താഴമൊക്കെ ഒരുക്കി വെച്ചിട്ട് ഉമ്മച്ചി വിളിക്കാൻ വരുന്ന ആ ഒരു കുട്ടിക്കാലത്ത് റമദാൻ തന്നെ ആയിരിക്കും അല്ലേ നമുക്ക് പ്രിയപ്പെട്ടത്. എനിക്കും അങ്ങനെയാണ് കേട്ടോ. റമദാൻ ആയി കഴിഞ്ഞാൽ സ്വീറ്റ് ക്രാവിങ്സ് കൂടുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു സ്വീറ്റ് കഴിക്കും കേട്ടോ. എന്തെങ്കിലും അത്താഴത്തിന് നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തഹജ്ജുദ് പോലുള്ള സുന്നത്ത് നമസ്കാരങ്ങളും ദിക്റുകളും ഖുർആൻ പാരായണമൊക്കെ ചെയ്യാനായിട്ടുള്ള ടൈം നമുക്ക് പിന്നെ മാക്സിമം നേരത്തെ ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിഞ്ഞു വെക്കുക, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് വെക്കാം. ഞാൻ അത്താഴത്തിലേക്ക് ബീഫ് കറിയും പത്തിരിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മളിവിടെ അടുത്തൊരു റീസെൻ്റായിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു മോളിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയപ്പോഴും ലേറ്റായി. അപ്പോൾ ബീഫ് കറി അപ്പോൾ തന്നെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബീഫ് കറി ഉണ്ടാക്കി. പിന്നെ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ കുഴച്ച് ബോൾസ് ആക്കി ഒരു വെട്ടവൽ കൊണ്ട് മൂടിയിട്ട് പിന്നീട് നമുക്ക് ചൂടോട് കൂടി തന്നെ ചുട്ട് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ 12 മണിയായപ്പോഴാണ് കിടന്നത്. പിന്നെ 3 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു. പിന്നെ എഴുന്നേറ്റ സമയത്താണ് പത്തിരി ചുട്ടെടുത്തതും കഴിച്ചതും ഒക്കെ. കുക്കിംഗ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പണികളൊക്കെ നേരത്തെ ചെയ്യുന്നതും നേരത്തെ തന്നെ ക്ലീൻ ആക്കുന്നതും നമ്മുടെ വീട് മുഴുവനും ക്ലീൻ ആക്കുന്നതും എടുക്കാത്ത പാത്രങ്ങൾ പോലും എടുത്ത് കഴുകി വെക്കുന്നതും ഒക്കെ തന്നെയും നമുക്ക് ഇബാദത്തിന് വേണ്ടിയിട്ടുള്ള ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഈ ഒരു മാസം ഇബാദത്തുകൾ കൂട്ടേണ്ട മാസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യാണ്. നമ്മുടെ ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണവും എല്ലാം അധികരിപ്പിക്കുക. മാക്സിമം സുന്നത്തുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇബാദത്തുകളിൽ കൂട്ടാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു.